ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതാ ഞങ്ങളിതാ എല്ലാവരും റെഡിയായി ടെർമിനൽ 3ലേക്ക് പോവാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്, ജസ്റ്റ് ഇനി പോകാനേ ഉള്ളൂ. അതാ ഞങ്ങൾ ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് പോവാണ്. അമ്മ, ഡാഡി, ഞാനിതാ ബാഗും എല്ലായിട്ട് ഇങ്ങനെ ഇറങ്ങി. ഓക്കെ, അപ്പോൾ ഇനി ടെർമിനൽ 3 കാണാം. സോറി, വഴി മാറിപ്പോയി. നടന്ന് വ്ളോഗ് എടുത്തുകൊണ്ട് പരിചയമില്ലാത്തതുകൊണ്ട് അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും വഴി തെറ്റി തിരിച്ചങ്ങോട്ട് നടക്കുകയാണ്. ലിഫ്റ്റ് ഇതാ ഇത് കൂടെയാണ്. ഞങ്ങളിതാ ലിഫ്റ്റിൻ്റെ അടുത്തെത്തി. അമ്മ റെഡി. അമ്മ ഹായ് പറയൂ. ഹായ്. ഡാഡിയും വന്നു. ഇതാ ഞങ്ങൾ 3 ബാഗും ഹാൻഡ് ബാഗ്സും എല്ലാമായിട്ട് ഞങ്ങളിതാ പോവാണ്. അപ്പം ഇനി ബാഗ് ഇതാ ഈ ട്രോളീൻ്റെ അകത്തേക്ക് വെക്കണം. അപ്പോൾ അതൊരു വലിയൊരു ചടങ്ങാണ്. ഞങ്ങളത് വെക്കട്ടെ. ഞങ്ങൾ ഫോർച്യൂൺ ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ കൂടെയാണ് പോണത്. അപ്പം ഇവിടെ എത്തിയപ്പോഴത്തേക്കും അവരുടെ ടീം ഇവിടെ ഉണ്ട്. ഡാഡി അവരായിട്ട് വരുമ്പോൾ സംസാരിക്കുകയാണ്. ഞങ്ങളിതാ ജൂഡ് ആൻ്റണീനെ കണ്ടു. അപ്പോൾ എക്സൈറ്റഡ് ആയിപ്പോയി. അപ്പോൾ വേഗം ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നതാ. അപ്പോഴത്തേക്ക് ഈ ലൈനതാ ഞങ്ങളെ മുന്നിൽ കൂടെ പോകുന്ന. ഞാൻ വേഗം പോട്ടെ. ഞങ്ങളിതാ ഗ്രൂപ്പ് പാക്കേജാണ് എടുത്തത്. അപ്പോൾ എല്ലാവരും സ്കൂളിലൊക്കെ പോണ പോലെ എല്ലാവരും ഓരോരോ പെട്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരെ ഇപ്പം അറിയില്ല. ടൂറൊക്കെ കഴിയുന്ന ദിവസം ചിലപ്പോൾ എല്ലാവരും നല്ല കമ്പനിയായി വിചാരിക്കും. ആക്ച്വലി ഈ പ്രായത്തിലുള്ള ഞാൻ മാത്രമേ ഉള്ളൂ ഇവരുടെ കൂടെ. ബാക്കി എല്ലാവരും കുറച്ച് ഏജ്ഡാണ്. ഏജ്ഡ് പറഞ്ഞാൽ ഫാമിലി. പക്ഷെ എനിക്ക് അവിടുന്ന് ചേച്ചി ഉള്ളതുകൊണ്ട് എനിക്ക് കൂട്ടായി. അല്ലെങ്കിൽ ഞാൻ പോസ്റ്റായിരുന്നു ശരിക്കും. ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഡാഡി ആണെങ്കിൽ ഈ കറൻസി എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയതാ. ഇനി എന്തെങ്കിലും അകത്ത് കയറിയിട്ട് എന്തെങ്കിലും കഴിക്കണം, ലൗഞ്ചിൽ കയറി കഴിക്കണം. നല്ല വിശപ്പുണ്ട്. നേരത്തെ എണീറ്റാൽ പൊതുവേ ഒരു വിശപ്പ് കൂടുതലാണ്. സാധാരണ ഈ സമയത്ത് കഴിക്കാറില്ല, പക്ഷെ നേരത്തെ എണീറ്റ് ട്രിപ്പും കൂടി ആയതുകൊണ്ട് ഭയങ്കര ഒരു വിശപ്പ്. അപ്പോൾ ഇനി കഴിച്ചാൽ മാത്രമേ ഒരു സമാധാനം കിട്ടുള്ളൂ. ഞങ്ങളേതായാലും പോകുന്നുണ്ട്. കയറാൻ പറ്റുവാണെങ്കിൽ കയറും. നോക്കാം. ചെറുതായിട്ടൊന്ന് പാടി. ഫസ്റ്റ് ഹാൻഡ് ബിസിനസ് ക്ലാസ്സിൻ്റെ അവിടേക്കാണ് ഞങ്ങൾ അറിയാണ്ട് പോയത്. ഇനി നമ്മൾ അപ്പുറത്തേക്ക് പോവുകയാണ്. ഞങ്ങൾക്ക് പിന്നെയും തെറ്റി. അവിടെ തന്നെയാണ് ഇനിയും പോണത്. ഇതൊരുമാതിരി ഒരു ഐഡിയ ഇല്ലാണ്ട് കളിക്കുന്ന പോലെ ആയിപ്പോയി. എന്താ ഞങ്ങൾ പിന്നെയും അങ്ങോട്ട് പോവാണ്. ഇനി എന്താവുന്ന ആർക്കറിയാം. എന്തായാലും ഞാൻ നോക്കട്ടെ. ഇവിടെ പറ്റിയില്ലെങ്കിൽ തിരിച്ചിറങ്ങും. അതായത് കൂടെ അങ്ങനെ ഞങ്ങൾക്ക് ലോഞ്ചിൽ കയറാൻ പറ്റിയില്ല. ഡാഡിക്ക് 3 കാർഡ് ഉണ്ടായിരുന്നു. അപ്പം ബോർഡിംഗ് പാസിലുള്ള പേരുള്ള അവരുടെ തന്നെ കാർഡ് സെപ്പറേറ്റ് ആയിട്ട് വേണം, ഇൻഡിവിജ്വലായിട്ട്, എന്നാലേ കയറാൻ പറ്റുള്ളൂ. അങ്ങനെ അതും പോയി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കോർട്ടിലേക്ക് വന്നു. ഇനി ഇവിടുന്ന് വല്ലതും ഓർഡർ ചെയ്ത് കഴിക്കണം. ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അനൗൺസ് ചെയ്തെങ്കിൽ തീരെ സമയമില്ല. ഇനി അങ്ങോട്ട് പോകണം വേഗം. ഭക്ഷണം കഴിച്ചിട്ട് നേരെ അങ്ങോട്ടേക്ക് പോകണം. ഇപ്പോൾ കുറച്ചൊന്ന് ഫ്രീ ആയി, ഇത്തിരി സമയമുണ്ട്. അപ്പോൾ ഞങ്ങളിതാ വെറുതെ ഇങ്ങനെ നടക്കുകയാണ്. ചേട്ടനും ചേച്ചി ഇപ്പോൾ വിളിച്ചു. അവരവിടെ വിളിച്ച് ലോഞ്ചിൽ ഇരിക്കുകയാണ് അവർ രണ്ടുപേരും കൂടെ. അപ്പം ഇനിയുള്ള അടിപൊളിയാക്കണം. എക്സൈറ്റഡ് ആണ്. പക്ഷെ എന്നാലും നമുക്ക് പറ്റിയ ടീമില്ല കൂടെ. പാക്കേജിൽ ഗ്രൂപ്പ് പാക്കേജ് ആയുള്ളൊരു ആകെയുള്ളൊരു കുഴപ്പതാണ്. അറിയില്ല, നോക്കാം. ഇനി ചേട്ടനും ചേച്ചി വരുമ്പോൾ എനിക്കൊരു സെറ്റാവും. ഞാനുമില്ലേ, എന്നെപ്പോലുള്ളവരൊന്നും പിടിക്കൂല. ഇപ്പം ഞങ്ങളിതാ ജസ്റ്റ് സെറ്റിലായിരുന്നു. ഇനി എന്താണ്, എൻ്റെ ചെവി എപ്പോൾ അടയുന്നൊരു സ്വഭാവമുണ്ട്. പിന്നെ തുറക്കൂല. എപ്പോഴും ഫ്ലൈറ്റ് കയറാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാറുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ ഇത് വാങ്ങി വെച്ചു. മറ്റേ മൂക്കിൽ പഞ്ഞി എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ അതാ ചെവിയിൽ വെക്കുക. ഇത് ഭയങ്കര വലുത്. അത് മുറിച്ച് തരുന്നു. കയറുന്നില്ല ചെവിയിൽ. ഡാഡി ഇങ്ങനെ ദയനീയ ഭാവത്തോടെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഡാഡി ഇത് എങ്ങനെ നോക്കുന്നത്? ഇതാ ഞങ്ങൾക്ക് ഫുഡ് വന്നു. ഇത് നോൺ വെജ് എഗ്ഗാണ് തോന്നുന്നു. പിന്നെ ഇത് വെജ്. ഞാൻ തുറന്നു നോക്കട്ടെ. പക്ഷേ എനിക്കിത് ഇഷ്ടമാവുമെന്ന് തോന്നുന്നില്ല. കണ്ടിട്ട് തന്നെ ഒരുമാതിരി. ചിക്കൻ ആണോ എന്നൊക്കറിയാം. ഞാൻ ചിക്കൻ കഴിക്കില്ല. വെജ് മതിയായിരുന്നു. വെജിൽ നല്ല കട്ട്ലറ്റും ആലുവും
അപ്പോൾ ഇതാ ബർഗറും കഴിച്ച് തരാണ്. ഞാനിതാ എൻ്റെ ചിക്കൻ പോപ്പ് ലാർജ്. അപ്പം അവിടെ ഇരുന്ന് കഴിച്ചാൽ എനിക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ചാർജിങ് സ്ലോട്ടുള്ള സ്ഥലത്തേക്ക് ഞങ്ങളിങ്ങനെ നടക്കുക. എന്നാൽ പിന്നെ അവിടെ നിന്ന് കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ അങ്ങോട്ടേക്ക് ഇങ്ങനെ നടക്കുകയാണ്. ഞങ്ങളങ്ങനെ സീറ്റിലൊക്കെ ഇരുന്ന് ജസ്റ്റ് ഒന്ന് സെറ്റിലായിട്ടേ ഉള്ളൂ. അപ്പുറത്തെ ഇപ്പുറത്തേക്ക് സീറ്റൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് എല്ലാവരും അടുത്ത് തന്നെ എത്തി. നല്ല കോമഡി ആയിരുന്നു കയറിയപ്പോൾ. ഇവിടുത്തെ ആൾക്ക് വരെ ക്യാബിൻ ക്രൂക്ക് വരെ ഡൗട്ടായിപ്പോയി. അവസാനം നമ്മളടുത്ത് വെച്ച് നിങ്ങൾ എവിടെയായിരിക്കുന്നതെന്ന്. നല്ല കോമഡി. ഫസ്റ്റ് സെറ്റ് ഓഫ് സ്നാക്സ് ജ്യൂസ് എത്തി. എന്തോ ഒരു ചിപ്സ്, ഒരു ഓറഞ്ച് ജ്യൂസ്, പിന്നെ ഞാൻ കുറച്ച് വെള്ളം വാങ്ങിയത്. സെറ്റ് ഫുഡ് എത്തി. ബണ്ണ് രാവിലെ തന്നെ, പിന്നെ സാലഡ്സ്, ഒരു കേക്ക്, പിന്നെ ഇത് റൈസാണ്. നമ്മളിതാ പാരസിനെ മാപ്പ് നോക്കിയിരിക്കുകയാണ്. എത്താറായി ഓൾമോസ്റ്റ്. പുറത്ത് നല്ല വെളിച്ചമാണ്. അവിടെ സൺസെറ്റ്. പാരീസിലെത്തി. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇനി ഇവിടുന്ന് വേഗം പുറത്ത് പോകണം. എന്നിട്ട് ചേട്ടനും ചേച്ചിയൊക്കെ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട്. ഇനി അവരടുത്ത് വേഗം പോകണം. പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ധൃതിയത്തെ. ആ താഴേക്ക് വേഗം പോയിട്ട് ഞങ്ങൾക്ക് ബാഗൊക്കെ എടുക്കണം. ഇവരെന്താ വേഗം പോയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വേഗം പോകാമായിരുന്നു. ആ മലയാളം മനസ്സിലായിട്ടാണോന്ന് അറിയില്ല. ഇപ്പം വേഗം പോകാൻ തുടങ്ങി. ഞങ്ങളിതാ ജസ്റ്റ് എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ വണ്ടി വെയിറ്റ് ചെയ്യാണ്. അത്യാവശ്യം തണുപ്പുണ്ട്, പക്ഷെ കുഴപ്പമില്ല. നല്ലൊരു തണുപ്പ്. വേണ്ട വേണ്ട. നല്ല കാറ്റും നല്ല തണുപ്പും നല്ലൊരു ക്ലൈമറ്റ്. വേണ്ട. അമ്മ അപ്പോഴത്തേക്ക് സ്ട്രഗിലെടുത്ത് സെറ്റാവാൻ നിൽക്കുകയാണ്. ഞങ്ങൾ ബാക്കിയുള്ളവരെ വെയിറ്റ് ചെയ്യുക. അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഗുഡ് ഈവനിങ് പറഞ്ഞു. സ്ട്രോങ് ഇല്ലല്ലോ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. നാട്ടിലല്ലേ, നാട്ടിലെ ടൈം. അപ്പം ക്ഷീണം വരും. ഞാനിതാ ഞങ്ങൾ ഹോട്ടലിലെത്തി. ഹോട്ടൽ മിലേനിയം പാരീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലാണ്. ജസ്റ്റ് ഇപ്പോൾ ഇതാ കയറിയിട്ടുള്ളൂ. ചേട്ടൻ ചേച്ചി റൂമിൽ തന്നെയാണെന്ന് തോന്നുന്നു. താഴെ കാണുന്നില്ല. നല്ല തണുപ്പുണ്ട്. എന്തായാലും നല്ല എല്ലാവരും ഞാൻ വരുന്ന വഴിക്ക് ബസ്സൊന്ന് കുറച്ച് ഉറങ്ങിയും പോയി. പിന്നെ നന്നായിട്ടൊന്ന് ഉറങ്ങണം. ഇന്നലെ എൻ്റെ മോനും ഇന്ന് ഇവിടെ നിന്ന് അങ്ങനെ ഇതാ ഇവർ എത്തിയിരിക്കുന്നു. ചേട്ടാ വലിഞ്ഞല്ലോ കാര്യം. എന്താണ് എല്ലാരും ഹായ് പറയൂ എന്റെ വ്ളോഗിൽ. ഞങ്ങളിതാ റൂമിലേക്ക് പോവാണ്. 3rd ഫ്ലോറിലാണ് ഇപ്പൊ റൂം. ഇതാ 3rd ഫ്ലോർ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ പോകുന്നു. അപ്പൊ ഞങ്ങൾ റൂമിലൊക്കെ എത്തി സെറ്റിൽ ആവണം. ഇനി ഇതാ അവരുടെ ഓരോ കഥയും വിശേഷവും ഒക്കെ ഓരോന്ന് പറഞ്ഞ് കുറേയൊക്കെ സംസാരിച്ച് അതിനു വേണ്ടി കാത്തിക്കാണ്. അവർക്ക് ഫുഡൊക്കെ ഉണ്ട്. അവർക്ക് ഫുഡൊക്കെ ഇനി കഴിക്കണം. അപ്പൊ ഞങ്ങൾ ടയർഡാണ്. അപ്പൊ ഞങ്ങൾ വേഗം ഇനി ഉറങ്ങി. രാവിലെ നേരത്തെ എണീക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇതാ ഇവിടെ നിർത്തുകയാണ്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പം എല്ലാവരും ഹായ് ബൈ പറയോ. ബൈ ബൈ.